ദേ എന്നെപ്പോലെ ഈ ബുക്കിനോട് അലർജിയുള്ള ആൾക്കാർക്കൊക്കെ ഈ ക്യൂട്ട് ക്യൂട്ട് ബുക്ക് മാർക്ക് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കുമേ. അതിൻ്റെ ഭംഗി ആസ്വദിക്കാനെങ്കിലും നമ്മൾ ബുക്കൊന്ന് തുറന്നു നോക്കുമല്ലോ. ചുമ്മാ പറഞ്ഞതാണ് കേട്ടാ. ബുക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ അത് തൊട്ട് നോക്കുള്ളൂ. അപ്പോൾ കയ്യിൽ കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോട്ടാ. ഈ ഫോൾഡ് ചെയ്യാനുള്ള ട്രിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് പകുതി പരിപാടി കഴിഞ്ഞു. ഞാനിവിടെ ഇന്ന് 3 ഡിഫറെൻറ്റ് ബുക്ക് മാർക്കാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇത് 3 എനിക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ സക്സസ് ആയോന്ന് അറിയില്ല, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ബുക്ക് വായിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കേ. ഈസി ആയിട്ട് നമ്മുടെ കാര്യവും നടക്കും, പിന്നെ നമ്മുടെ ബുക്കിന് കുറച്ച് ഭംഗിയും കൂടും. എൻ്റെ പ്ലാസ്റ്റിക് ബാഗ് ഫ്ലവേഴ്സിൻ്റെ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണേ. ഈ ലാസ്റ്റത്തെ ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് ഒന്ന് ചെയ്തപ്പോൾ ജസ്റ്റ് പണി പാളി എന്നാണ് തോന്നുന്നത് മക്കളെ. കാരണം ഞാൻ അത് ഔട്ട്ലൈൻ ചെയ്തത് ഒരു ഇങ്ക് പെൻ കൊണ്ടാണ്. അത് മൊത്തം അതിൽ പടർന്നു പിടിച്ച്. എന്നാലും ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻഡ് റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് നോക്കിക്കേ. ഫോൾഡിങ് മനസ്സിലാവാത്തവർ ജസ്റ്റ് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കാണണേ. ഒറിഗാമി പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ദേ നമ്മുടെ ബട്ടർഫ്ലൈ എങ്ങനെയുണ്ട്, ക്യൂട്ടായിട്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ, കൂടെ ഒരു ലൈക്കും.